നമുക്കിന്നൊരു പയർ മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയാലോ. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു പയർ മെഴുക്ക് പുരട്ടിയാണിത്. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചപ്പയറാണ്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം ഇപ്പോൾ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായി ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പയർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ആവി കയറിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇപ്പോൾ പയറെല്ലാം ഒരു പാതി വേവായിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാത്തത് കൊണ്ട് പെട്ടെന്ന് ഇത് അടിക്ക് പിടിക്കും. തീ കൂട്ടിയിടരുത്. ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്നായി ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടി ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടി ഒന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. പയറെല്ലാം നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. പയർ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.